മടങ്ങി വരുമ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും കോൺഗ്രസ് നേതാവും തമ്മിൽ നടു റോഡിൽ തർക്കം. ഇന്നലെ രാത്രി 11 മണിക്കാണ് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷും KPCC അംഗം വിനോദ് കൃഷ്ണയുമായി തർക്കമുണ്ടായത്. മാധവിനെ പോലീസ് കൊണ്ടുപോയി പരിശോധിച്ചെങ്കിലും മദ്യപിച്ചതായി തെളിഞ്ഞില്ല. മാധവനും വിനോദ് കൃഷ്ണയ്ക്കും പരാതിയില്ലെന്ന് അറിയിച്ചതിനാൽ വിട്ടയച്ചുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഇന്നലെ രാത്രി 11 മണിക്ക് നടന്ന തർക്കം ആ വിഷയം. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്? ഈ തർക്കം വാഹനം വഴി സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലി മാത്രമുണ്ടായ തർക്കമായിരുന്നു. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ശാസ്തമംഗലം ജംഗ്ഷനിലാണ് സംഭവം നടന്നത്. വാഹനം വഴി മാറ്റുന്നതിനെ ചൊല്ലി ഉള്ള തർക്കം തന്നെയാണ് ഈ 15 മിനിറ്റിലേറെ നീണ്ട വാക്പോരിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. മാധവ് മദ്യപിച്ചിട്ടുണ്ട് എന്ന പരാതി വിനോദ് കൃഷ്ണ പോലീസിനോട് പറഞ്ഞതായാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് പോലീസ് മാധവിനെ ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അതിലും തർക്കമുണ്ടായി. ജീപ്പിൽ കയറാൻ ആദ്യം മാധവ് സുരേഷ് തയ്യാറായില്ല. പോലീസുമായും തർക്കമുണ്ടായി. 15 മിനിറ്റോളം ഒരു തർക്കം ഈ നടു റോഡിൽ ഇന്നലെ മന്ത്രിപുത്രനും അതുപോലെ തന്നെ KPCC അംഗവും തമ്മിൽ ഉണ്ടായ തർക്കത്തെ തുടർന്നൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രാത്രി 11 മണിക്ക് ശേഷം ഒടുവിൽ പോലീസ് ഇയാളെ മാധവ് സുരേഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മദ്യപിച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ചപ്പോൾ മദ്യപിച്ചിട്ടില്ല എന്നാണ് അതിൽ തെളിഞ്ഞത്. അങ്ങനെ രണ്ടുപേരെയും വിട്ടയക്കുകയായിരുന്നു. പിന്നീട് രണ്ടുപേർക്കും പരാതിയില്ല, വിനോദ് കൃഷ്ണയ്ക്കും പരാതിയില്ല, മാധവ് സുരേഷിനും പരാതിയില്ല എന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി പോലീസിന് പരാതി നൽകാൻ തയ്യാറെടുക്കുന്നതാണ് സൂചന. തൻ്റെ മകനെ അനാവശ്യമായി സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് ജീപ്പിൽ കയറ്റി എന്ന വിഷയത്തിൽ സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. പരാതിയില്ല എന്ന് പറഞ്ഞാണ് മാധവ് സുരേഷും വിനോദ് കൃഷ്ണയും ഇന്നലെ സ്റ്റേഷനിൽ നിന്ന് പിരിഞ്ഞത്. പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഒരുപക്ഷെ പരാതി നൽകിയേക്കും. ഈ തർക്കത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷം ശാസ്തമംഗലത്തായിരുന്നു KPCCയുടെ നേതാവും അതുപോലെ സിനിമാ താരവും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ മകനുമായി തർക്കമുണ്ടായത്. സജിത്ത്, ഇന്നലെ രാത്രിയിലാണ് ശാസ്തമംഗലത്താണ് ഈ തർക്കമുണ്ടായിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒടുവിൽ ഈ മാധവ് സുരേഷിനെ വാഹനത്തിൽ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നതും കാണാം. അരുണ്, ഇത് ഈ ശാസ്തമംഗലത്ത് തിരക്കേറിയ ഭാഗത്തെ തർക്കമാണോ? ഇതിൽ ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പുകൾക്കിടയിലുണ്ടായ തർക്കത്തിൽ ഇവർ ഇതിൻ്റെ ഭാഗമായതാണോ? അങ്ങനെ എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ? രാത്രി 11 മണിക്ക് ശേഷമായിരുന്നു. കാര്യമായ തിരക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്കറിയാം ശാസ്തമംഗലമൊക്കെ എപ്പോഴും സജീവമായ അർദ്ധരാത്രിയിലും സജീവമായ ഒരു പ്രദേശമാണ്. മറ്റ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കമൊന്നുമല്ല. ഇവർ തമ്മിൽ വാഹനം സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലിയും മാറ്റുന്നതിനെ ചൊല്ലിയുള്ളൊരു കടയ്ക്ക് മുന്നിലുണ്ടായ തർക്കമാണ്. അതാണ് ഇത്തരത്തിലൊരു ഏറെ സമയം 15 മിനിറ്റിലേറെ ഇത്തരമൊരു സീൻ അവിടെ ഉണ്ടാക്കിയത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മാധവ് സുരേഷ് മദ്യപിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കണമെന്ന് വിനോദ് കൃഷ്ണ ആവശ്യപ്പെട്ടതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. വിനോദ് കൃഷ്ണയിൽ നിന്ന് വിവരം സ്ഥിരീകരിക്കാനായിട്ടില്ല. ഏതായാലും തുടർന്ന് മാധവ് സുരേഷിനെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോയി മദ്യപിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കുകയും ചെയ്തു. പക്ഷേ മദ്യപിച്ചില്ല തെളിഞ്ഞു. അങ്ങനെ അയാളെ വിട്ടയക്കുകയായിരുന്നു. രണ്ടുപേർക്കും പരാതിയില്ല എന്നാണ് അവർ ആ ഘട്ടത്തിൽ പോലീസിനെ അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷെ സുരേഷ് ഗോപി തൻ്റെ മകനെ ഇത്തരത്തിൽ അനാവശ്യമായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതിൽ പരാതി നൽകാൻ ഒരുങ്ങുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ സുരേഷ് ഗോപി പരാതി നൽകിയേക്കുമെങ്കിൽ പോലീസിനെതിരെ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ശരി, അതാണ് സാഹചര്യം. എന്തായാലും ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ പരാതി വന്നാൽ അത് പുതിയൊരു തലത്തിലേക്ക് വിവാദം കിടക്കും. ഇപ്പോൾ നമ്മൾ വീണ്ടും